Hi all, welcome to Magic Book. Find all the angles of triangle ABC. അതായത് ഈ തന്നിരിക്കുന്ന ഫിഗറിൽ ട്രയാങ്കിൾ എ ബി സിയിലെ ഓരോ ആംഗിളും നമ്മൾ കണ്ടെത്തണം. അപ്പൊ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ദാ ഇവിടെ നോക്കാം, ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ്, ഇതും ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. അപ്പൊ രണ്ട് സ്ട്രെയിറ്റ് ലൈൻ ഒരു പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഫോം ചെയ്യുന്ന വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ ഈക്വൽ ആയിരിക്കും. അതായത് ഇവിടെ എക്സിന് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ ആണ് ഈ കാണുന്ന ആംഗിൾ. അപ്പോ ഈ രണ്ട് ആംഗിളും വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്, അത് ഈക്വൽ ആണ്. അപ്പോ ഇവിടെ എക്സ് ആണെങ്കിൽ ഇവിടെയും ആംഗിൾ എത്രയാണ്? എക്സ് ആണ്. ഇനി ഈ ബി എന്ന് പറയുന്ന പോയിന്റ് നോക്കാം, ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ്, ഇതും ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. അപ്പൊ ഇവിടെ ഫോം ചെയ്ത ആംഗിൾ എക്സിന് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ ആണ് ഈ കാണുന്ന ആംഗിൾ, അതും എന്തായിരിക്കും? എക്സ് ആയിരിക്കും. ഇവിടെ നോക്കാം, സി എന്ന് പറയുന്ന പോയിന്റ് എടുക്കുക, ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ്, ഇതും ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്, അതൊരു പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യുവാണ്. അപ്പോൾ ഇവിടെ ഫോം ചെയ്തേക്കുന്ന ആംഗിൾ എക്സ് ആണെങ്കിൽ അതിന് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ ആണ് വൈ. അതായത് വൈക്ക് പകരം നമുക്ക് എന്തെഴുതാം? എക്സ് എന്ന് എഴുതാം. അപ്പോ ഈ വൈക്ക് പകരം ഞാൻ എക്സ് എന്ന് എഴുതുവാണ്. ഈ ട്രയാങ്കിളിലെ മൂന്ന് ആംഗിളും എന്താണ്? തുല്യമാണ്. നമുക്കറിയാം ഒരു ട്രയാങ്കിളിന്റെ മൂന്ന് ആംഗിളും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 180 ഡിഗ്രി ആണ് കിട്ടുന്നത്. അപ്പോൾ ഞാനിവിടെ 3x ആഡ് ചെയ്യുവാണ്. എക്സ് പ്ലസ് എക്സ് പ്ലസ് എക്സ് ഈക്വൽ ടു 180. എക്സ് പ്ലസ് എക്സ് പ്ലസ് എക്സ് എന്താണ്? 3x ആണ്. 3x ഈക്വൽ ടു 180. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 180 ബൈ 3 ഈക്വൽ ടു 60. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 60 ഡിഗ്രി എന്ന് നമുക്ക് ഫൈനൽ ആൻസർ കിട്ടും. അപ്പോൾ ഈ ട്രയാങ്കിളിലെ ഓരോ ആംഗിളും എത്രയാണ്? 60 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ ഇതേ ക്വസ്റ്റ്യനിൽ ഞാൻ ചെറിയൊരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. ഇവിടെ ആംഗിൾ 40 ഡിഗ്രി ആണ്, ഇവിടെ ആംഗിൾ എക്സ് ആണ്, ഇവിടെയും എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ട്രയാങ്കിളിലെ മൂന്ന് ആംഗിൾസും എത്രയാണെന്ന് നിങ്ങൾ കമന്റ് ചെയ്യണം.